അടിപൊളി, നല്ല ക്രിസ്പി, നല്ല ഫില്ലിങ്ങും അടിപൊളി. അടിപൊളി. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്പ്രിംഗ് റോളാണ്. അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്പഗതി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കും. ഇത്രയും മതിയാകും. ഈ ഒരു സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ മതിയാകും. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന സ്പഗതി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഇത് തമ്മിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം 1/4 കപ്പ് ഇതാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ്, ബ്രൊക്കോളി, ബീൻസ്, ക്യാപ്സിക്കം 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. മഞ്ഞ, ചുവപ്പ്, പച്ച, പിന്നെ 3-4 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ്. നമ്മൾക്ക് വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാന് അടുപ്പിലേക്ക് വെക്കണം. പാൻ ഇവിടെ ചൂടാകുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയും ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മളിപ്പോൾ ഇടത്തില്ല, അത് ലാസ്റ്റ് മാത്രമേ നമ്മൾ ക്യാപ്സിക്കം ഇതിലേക്ക് ഇടത്തുള്ളൂ. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവാൻ പാടില്ല. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചില്ലി സോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ഇട്ട് കൊടുക്കും. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പഗതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാം കൂട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മളുടെ സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫില്ലിംഗ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ സ്പ്രിംഗ് റോൾ ഷീറ്റ് 45 മിനിറ്റ് മുന്നേ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്വിറ്റ്സുകാർ പറയുന്നത് 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇത് പുറത്ത് വെക്കണം എന്നാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഷീറ്റ് ഇതിൽ നിന്ന് എടുത്ത ശേഷം ബാക്കിയുള്ളത് നമ്മളൊരു നനഞ്ഞ ടവലുകൊണ്ട് മൂടി വെക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഡ്രൈ ആയി പോകും. നമ്മൾ ഈ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഞാൻ വെച്ച് കൊടുത്തിട്ട് അതിന് പുറത്ത് ഞാൻ ഇതുപോലെ ചെറിയ പീസ് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കും. ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം 2 വശവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. വീണ്ടും നമ്മളിത് റോൾ ചെയ്ത് അങ്ങ് എടുക്കും. എന്നിട്ട് അറ്റത്ത് കുറച്ച് മൈദാമാവോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. കണ്ടോ, ഇതുപോലെയാണ് ഇതിരിക്കുന്നത്. ഇനി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾ ഫില്ലിംഗ് വെക്കുമ്പോൾ കുത്തി നിറയ്ക്കരുത് കേട്ടോ. അങ്ങനെ കുത്തി നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കണം.
പൊരിക്കാനുള്ളത് ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു സൈഡ് റെഡിയാകുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോളാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ഹൈജീനിക്കാണ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണേ.